ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ മിത്ര വെളുപ്പാങ്കാലത്ത് ഒരു ചെറുക്കൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത് കണ്ടെന്നുള്ള കാര്യം അലോഹിനെ വിളിച്ച് എല്ലാവരും പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലോഹിനോട് പറയുന്നത്, നന്ദിത പറയുന്നത്, അവരെ ഇങ്ങ് വിളിച്ചു വരുത്ത്, അവരെ നമുക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ വീട്ടിൽ വെച്ച് അവരുടെ വിവാഹം നടത്തി കൊടുക്കാവുന്നത്. പക്ഷെ ആ സമയത്താണ് അലോഹിൻ്റെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ സ്വഭാവം എന്താണെന്ന് നന്ദിതയും അനന്തനും ഒക്കെ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ അച്യുതനും എല്ലാവരും. അങ്ങനെ അവൾ ഈ നാട്ടിൽ പോലും ഈ വീട്ടിൽ പോലും കയറ്റില്ല എന്നും പറഞ്ഞ് ഇനി അവൾ ജീവിച്ചിരിക്കാൻ യോഗ്യല്ല, എൻ്റെ ജീവിതം തകർത്ത അവളെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അലോഹും അച്യുതനും കൂടെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും നാളും എൻ്റെ മോളെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാണ് അച്യുതൻ. സ്വന്തം മകൻ്റെ ജീവിതം തകരാൻ മിത്ര കാരണമായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്യുതനൊക്കെ നേരെ വട്ടം തിരിഞ്ഞു. ഒരു കുടുംബമായിട്ട് ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ ഉറങ്ങി നടന്നിരുന്ന അച്യുതൻ്റെയൊക്കെ യഥാർത്ഥ സ്വരൂപം ഇപ്പോൾ എന്താണെന്ന് ഈ പറയുന്ന നമ്മുടെ അനന്തൻ തിരിച്ചറിഞ്ഞു. വാ ലോഹെ അല്ലെങ്കിൽ വാ അച്ചാന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി മിത്രയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മിത്രയെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിൽ എങ്ങനെ അങ്ങ് പോകുവാണ്. അങ്ങനെ ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അനന്തൻ ഓടി മുറിയിലേക്ക് കയറിയിട്ട് ഈ ജീവിതം അല്ലെങ്കിൽ ഈ ജീവൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോഴേക്കും നന്ദിതയും അമ്മയും അതുപോലെ തന്നെ ശ്യാമും ഇവരെല്ലാവരും അവിടെ നിന്ന് വാവിട്ട് കരയുവാണ്. അനന്തേട്ടാ കതക് തുറക്കെന്നും പറഞ്ഞ്. ഈ സമയത്ത് നമ്മുടെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്ന ശബ്ദവും ഇത് തന്നെയാണ്. അനന്തേട്ടാ കതക് തുറക്ക്, അവിവേകം കാണിക്കല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ വേഗം തന്നെ ആകാശിനെ വിളിച്ചു. അപ്പോൾ ആകാശം ഇറങ്ങി വന്നു. എന്താ അച്ഛാ, എന്താ കാര്യമെന്ന് ചോദിച്ചു. മോനെ, അവിടെ എന്തോ വലിയൊരു അപകടം സംഭവിക്കാൻ പോവുകയാണ്, നീ ഓടി ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ് മകനെ ബാലൻ ഓടി. അച്ഛൻ നമ്മളങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പം നീ ചെല്ല്, ഇപ്പോഴതൊന്നും ചിന്തിക്കാനുള്ള സമയമല്ല, നീ വേഗം ഒന്ന് ചെല്ലാൻ പറഞ്ഞ് ബാലൻ മകനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ ആകാശം ഓടി ചെല്ലുന്നു. ബാലനാണെങ്കിൽ സകല ദൈവങ്ങളെയും വിളിച്ച് അവിടെ നിൽക്കുന്നത്. ആകാശം ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ കാര്യം എന്ന് ചോദിച്ചു. മോനെ, അനന്തേട്ടൻ മുറിയിൽ കയറി വാതിൽ അടച്ചെന്ന് പറഞ്ഞപ്പോൾ ശ്യാം പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ടൊന്നും കതക് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം കുറേ തട്ടി. ആ സമയത്ത് അവിടെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അനന്തൻ. പിന്നെ എങ്ങനെ കതക് തുറക്കാനാ? അപ്പോൾ അങ്കളെ കതക് തുറക്കാങ്കിലെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കാം അങ്കളെ എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ അനന്തൻ. ഈ സമയത്ത് കതക് തുറക്കില്ല ഈശ്വരൻ, എൻ്റെ അനന്തേട്ടനെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ നമ്മുടെ നന്ദിത. അപ്പോഴേക്കും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് ആ വാതിൽ ചവിട്ടി ഒരൊറ്റ തുറക്കലായിരുന്നു. തുറന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കാഴ്ച കാണുക. പിന്നെ ആ ഒരവസ്ഥയിൽ നിന്ന് അനന്തനെ ഇവർ രക്ഷിച്ചെടുക്കുകയാണ്. ആ ഒരു സമയത്ത് താങ്ങായും തണലായും അല്ലെങ്കിൽ ഇത്രയും കാലം കൂടപ്പുറപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു അപകടമുണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൂടപ്പുറപ്പൊക്കെ പോയ വഴി കണ്ടില്ല. അനന്തരവനെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സഹായിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ അനന്തൻ ഇവിടെ ആകെ തകർന്നിരിക്കുന്നു. അപ്പോൾ നന്ദിത എന്താ അനന്തേട്ടെ കാണിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം നന്ദിത എന്ന് ചോദിച്ചുകൊണ്ട് അനന്തൻ വാവിട്ട് കരയുക കേട്ടോ. ഈ സമയത്ത് ഈ മിഥുനാണെങ്കിൽ തെണ്ടിത്തിരിഞ്ഞു പോയിട്ട് വീണ്ടും റൂമിലേക്ക് കയറി വന്ന മിഥുൻ്റെ ഭാവത്തിലും രൂപത്തിലും ഒക്കെ ഒരു മാറ്റം. അപ്പോൾ നമ്മുടെ മിത്ര ഇങ്ങനെ മിഥുനെ ചോദ്യം ചെയ്യുക. നീ ഇത് എന്താ ഈ കാണിക്കുന്ന മിഥുൻ, നീ ഇത് എതിലെ പോയിരിക്കായിരുന്നു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് നിനക്ക് അറിയില്ലേ, നീ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നു അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മിഥുനോട് ചോദിക്കുകയാണ് മിത്ര. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും എന്നെ ചോദ്യം ചെയ്യാൻ നീ വരണ്ട, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി. മിഥുൻ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ചില ശീലങ്ങളും എനിക്ക് എൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീ അങ്ങ് അംഗീകരിച്ചേക്കണം, പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ റൂമിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശങ്കറിൻ്റെ അമ്മ അതിലെ വരിക. അപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് മോളേന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ഇവിടെ വന്നു, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ഇതെന്താ ഞങ്ങളെന്താ ഒരു രീതിയിലും ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ മോൻ എന്തിനാ ഈ മോളോട് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ അമ്മ ഇങ്ങനെ ചോദിക്കാം, ഈ ഭഗവാന്റെ നടയിൽ വന്നിട്ടും ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല വഴക്കും പല കാര്യങ്ങളും ഉണ്ടായെന്നിരിക്കും, അതിലൊന്നും തലയിടാനല്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾ ഗുരുവായൂർ വന്നത് അമ്പലത്തിൽ കുളിച്ച് തൊഴാനല്ലേ, തൊഴുതിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ട് നോക്കി പോയാൽ മതി, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾ തലയിടേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഭയങ്കര ദേഷ്യപ്പെടൽ. അപ്പം മിഥുൻ പ്ലീസ് ആ അമ്മയുടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനതിനെ ഇവരുടെ പ്രായത്തെ ബഹുമാനിക്കുന്നത്. അപ്പോൾ തീരെ ലോ ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ ഈ മിഥുൻ നിന്ന് സംസാരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത്, കങ്കാരു കുഞ്ഞിനെ സഞ്ചിയിലിട്ട് കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ തോളയിൽ നിന്ന് ഒരു രീതിയിൽ ഇവൻ ബാഗ് ഊരി വയ്ക്കാൻ തയ്യാറാകുന്നില്ല. ആ ബാഗ് ഇങ്ങനെ തോളയിട്ടുകൊണ്ട് തന്നെ നടക്കുക. അപ്പോൾ ഇവൻ്റെ ഈ കാട്ടായൊക്കെ കണ്ടപ്പോൾ മിത്രയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ.
അങ്ങനെ മിത്ര മൊത്തത്തിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, എന്താ ഇത്, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ എന്നുള്ളതിൽ. ഇവനാണെങ്കിൽ കുറേ നേരം ഒച്ചയെടുക്കും, പിന്നെ മിത്രയോട് വളരെ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ലവബിളായിട്ട് സംസാരിക്കും. അങ്ങനെ ഇവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നി. ഒന്നും അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ മിത്രയ്ക്ക് മനസ്സിലാകാതിരിക്കുക. മിത്രയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോമതിയാണ്. ഗോമതി അവിടെ റൂമിലാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഗോമതി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ശങ്കറിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് ഗോമതിയോട് സംസാരിക്കുക. അപ്പോൾ ഗോമതിയുടെ വിഷമത്തെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോമതി പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. ഓരോ പെൺകുട്ടികൾ അവർക്ക് യോജിക്കാത്തവരെ തിരഞ്ഞെടുക്കും. പിന്നെ ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്നത് വലിയ വലിയ ദുരന്തങ്ങളായിരിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി എപ്പോഴും വഴക്കാണ്. പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരനെ. പെൺകുട്ടി ഒരു പാവമാണ്. പക്ഷേ ആ പെൺകുട്ടിയോട് എപ്പോഴും അതിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒച്ചയുണ്ടാക്കി അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അവനെപ്പോലെയൊക്കെ ഒരുത്തൻ്റെ കൂടെ വന്ന് ആ കുട്ടിയുടെ ജീവിതം അങ്ങനെയായിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് ഈ അമ്മ പറയാം. അപ്പോൾ ആ അമ്മയ്ക്കും അറിയില്ല, ഗോമതിക്കും അറിയില്ല വന്നു നിൽക്കുന്നത് മിത്രയാണെന്നുള്ള കാര്യം. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോമതിക്ക് വീണ്ടും വീണ്ടും ഭയങ്കര സങ്കടം. മിത്രയുടെ ജീവിതം ഇനി പൊലിഞ്ഞു പോകുമോ? അപ്പോൾ മാധവൻ പറഞ്ഞ ആ ഒരു പ്രതീക്ഷ അത് മനസ്സിൻ്റെ എവിടെയോ ഒരു കോണിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഗോമതിക്ക്. അപ്പം മിത്ര ഇങ്ങനെ ഒരു സാഹസികത കാണിച്ചത് കൊണ്ട് ഒരു പക്ഷേ മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടും. ഇതൊക്കെ മാധവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലുണ്ട്. ഈ സമയത്ത് ആ അമ്മയാണെങ്കിൽ ഗോമതിയോട് ഇങ്ങനെയും കൂടെ പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഗോമതിക്ക് ആകെ കൺഫ്യൂഷനായി. ഇതിലിപ്പോൾ ആര് പറയുന്നതാണ് ശരി എന്നുള്ളൊരു ഇതിൽ നമ്മുടെ ഗോമതി പോലും ചിന്തിക്കാം. അപ്പം മിത്രയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ആ കുട്ടി തിരഞ്ഞെടുത്ത ജീവിതം, അല്ലെങ്കിൽ ആ കുട്ടി ആരോടൊപ്പമാണോ പോയത്, അയാൾ നല്ലൊരു വ്യക്തി ആയിരിക്കാനാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു. കാരണം ആ കുട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്നോ ഏത് തരക്കാരനാണെന്നൊന്നും നമുക്കാർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ആ കുടുംബത്തിലുള്ളവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയൊക്കെ ആ അമ്മ ഇങ്ങനെ നമ്മുടെ ഗോമതിയോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വന്തം ഏട്ടനല്ലേ, ആ ഏട്ടൻ തകർന്നു പോകുന്നത് നമ്മുടെ ഗോമതിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഗോമതി ഇവിടെ ഉരുക്കി തീർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ബാലനും ആകാശും അനന്തനും അതുപോലെ നന്ദിതയ്ക്കും ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ബാലൻ ഇപ്പോഴും അവരുടെ മുന്നിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ കൃഷ്ണമംഗലത്തിൻ്റെ പടി കടന്ന് ചെല്ലാനായിട്ടുള്ള ഒരു തടസ്സം, അല്ലെങ്കിൽ ആ ഒരു വല്ലായ്മ കൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നില്ല. എന്തിനും ഏതിനും അവർക്ക് നെടുന്തൂണായി നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇപ്പോൾ ആകാശിനെയും തൻ്റെ ആൺമക്കളെയാണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. ഇത്രയും കാലം ഊട്ടി വളർത്തിയവൻ തനി സ്വഭാവം പുറത്തെടുത്തിറങ്ങി അങ്ങ് പോയി. അങ്ങനെ ആ ഒരു ഇതിൽ അനന്തന ഇപ്പം മനസ്സിലായി ആരൊക്കെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല എന്നുള്ളത്. ഒരാപത്ത് വരുമ്പോൾ ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരാൻ പോണത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.